ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന അതുപോലെ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ആ ഡിഷാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വാസമായില്ലേടാ? ഇത്ര അങ്ങോട്ട് ഹൈപ്പ് കൊടുത്ത് പറയുന്നത് ദോശയല്ലേ? ഇത് ദോശയല്ല. അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന നോക്കാം. അപ്പോൾ ആദ്യം കുറച്ച് മൈദമാവ് എടുക്കുക, അതിലോട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക, അതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ആവശ്യം ഒരുപാടങ്ങ് കൂടണ്ട, കാര്യം അധികമായി കഴിഞ്ഞാൽ നമ്മളെ പാനിൽ ഒട്ടിപ്പിടിക്കും. അതിനുശേഷം അതിലോട്ട് ഞാനിവിടെ ചേർക്കുന്ന 2 മുട്ടയാണ്. 2 മുട്ട ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ്, നല്ല മിക്സ് ചെയ്തെടുക്കുക. അതിലോട്ട് നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ച പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ചേർത്ത്. ഇപ്പോൾ കുറച്ച് തിക്കായിട്ടായിരിക്കുന്നത്, അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതൊരു ക്രീമി ടെക്സ്ചർ ആവും. ആ ഒരു ടെക്സ്ചർ ആവുന്ന സമയത്ത് നമ്മൾ മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുക മിക്സ്. അതിനുശേഷം അതിലൊരു 4 ഏലക്കയും കൂടിയാണ് ഇടുന്നത്. ഇത്ര ഉള്ളൂടെ. ഇനി നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന നമ്മളെ ബാറ്റർ നമ്മൾ ദോശക്കല്ലിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള അളവിന് നമുക്ക് മാവും മുട്ടയെല്ലാം മാറ്റി മാറ്റി ചേർക്കുന്നത്. ഇത്ര എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നിങ്ങൾ എന്തായാലും, ഡിഷിൻ്റെ പേരൊന്നുമില്ല, ഞാൻ ഇതിനെ പാലപ്പം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് പാലപ്പം വേറെ ആയിരിക്കും, പക്ഷേ എൻ്റെ പാലപ്പം ഇതാ. എന്തായാലും ചുമ്മാ ഒക്കെ ഇരിക്കുകയല്ലേ, ചുമ്മാ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നമ്മളെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളല്ലേ. അപ്പോൾ എന്തായാലും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബായ്.